സ്നേഹിതരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ലുലുവിൽ 50% ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പരസ്യമൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് സ്കൂട്ടി എടുത്തുകൊണ്ട് ഒന്ന് വിട്ടു. അപ്പോൾ ഇന്നലെ മഴയൊക്കെ ഉള്ളൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ എന്നാലും റോഡിലൊന്നും തിരക്കിനൊന്നും ഒരു കുറവുമില്ല. നല്ല വലുതായിട്ട് തന്നെ 50% എന്നൊക്കെ വെളിയിൽ തന്നെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ബൈക്കൊക്കെ വെച്ചിട്ട് ATM ഒക്കെ സൗകര്യമുള്ള ആ സൈഡ് വഴിയാണ് പോയത്. നമ്മൾ ഓരോ പ്രാവശ്യവും ലുലു പോകുമ്പോഴാണ് ഓരോരോ കാര്യങ്ങൾ കാണുന്നത്. ഈ ATM ഇവിടെ ഉള്ള കാര്യം എനിക്കറിഞ്ഞൂടായിരുന്നു. ഞാൻ ഇതൊരിക്കലും ഒരുപാട് തവണ പോയിട്ട് ഞാൻ ATM ഒന്നും കണ്ടില്ല. ഈ വഴിക്കൂടെ ഞാൻ കൂടുതലും കയറിയിട്ടുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി സ്കൂട്ടി വെളിയിൽ വെച്ചിട്ടാണ് NH സൈഡിൽ വെച്ചിട്ടാണ് പോവാറ്. പക്ഷേ എന്തായാലും അവിടെ പാർക്കിങ്ങിൽ ഒരു 20 രൂപയൊക്കെ കൊടുത്ത് അവിടെ വെച്ചിട്ട് സുരക്ഷിതമായി മഴയൊക്കെ ആയതുകൊണ്ട്, അതുപോലെ ഹെൽമെറ്റൊക്കെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അവിടെ ഇതൊരിക്കും പോയിട്ടില്ല. വേറെ സ്ഥലത്ത് പോയപ്പോൾ ഒരു ഹെൽമെറ്റ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ആ ഒരു പേടികളെ കൊണ്ട് അവിടെ ഒന്നും കൊണ്ട് വെച്ചില്ല. അതുപോലെ മഴ നനഞ്ഞാൽ ഹെൽമെറ്റൊക്കെ പോവും. അതുപോലെ തന്നെ വണ്ടിയിലും കേടുപാടുകളൊക്കെ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇവരുടെ പാർക്കിങ്ങിൽ തന്നെ വെച്ചായിരുന്നു. ഇത് മുകളിൽ നിന്നുള്ള താഴോട്ടുള്ള ദൃശ്യമാണ്. ഞാൻ നേരെ ചെന്ന് രണ്ടാമത്തെ നിലയിലാണ് കയറിയത്. ലുലു കണക്റ്റിൻ്റെ ആ ഭാഗത്താണ് വന്ന് കയറിയത്. അവിടെ അത്യാവശ്യം TV ഒക്കെ മേടിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഓഫറിനൊക്കെ TV ഒക്കെ ഇപ്പം ഓൺലൈനിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇപ്പോൾ ഓഫർ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ അതുവഴി സാധനങ്ങൾ മേടിച്ചു. ചില മോഡലുകൾക്ക് ഇവിടെ ഓൺലൈനേക്കാളും വില കുറവുണ്ട്. ഇംപെക്സ് പോലുള്ള മോഡലിലൊക്കെ 4 വർഷവും എക്സ്ട്രാ വാറൻറ്റിയൊക്കെ കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ തിയേറ്ററിൻ്റെ ഭാഗമാണ്. തിയേറ്ററിലൊക്കെ വെറുതെ ജസ്റ്റ് പോയി അവിടെ ആ ഭാഗത്തൊക്കെ പോയി നോക്കി കാര്യങ്ങളൊക്കെ കണ്ടറിയണമല്ലോ. നമുക്ക് ഈ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ചെറിയൊരു റിലാക്സും, പിന്നെ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും വില കുറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാം. ആരോ പറഞ്ഞിട്ടുണ്ട് വില കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം മേടിക്കില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം മേടിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളെ കയ്യിലെ പൈസ തരും. നിങ്ങൾക്ക് സാധനങ്ങളാണ് മേടിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കൂട്ടർ പറയും ചിലവാക്കിയാലേ വരികയുള്ളൂ എന്ന് പറയുന്ന കൂട്ടരുമുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ തിയേറ്ററിൻ്റെ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഫുട്ബോൾ തിയേറ്ററിൽ കാണിക്കുന്നുണ്ട്. ഫുട്ബോൾ പൈസ കൊടുത്ത് കാണാനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ടെന്ന് കാണാൻ കഴിഞ്ഞു. ഇവിടെ എന്ന് പറയുന്നത് മറ്റേ നൂഡിൽസൊക്കെ ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ചിക്കിങ്ങിൻ്റെ കൗണ്ടറാണ്. ചിക്കിങ്ങിൻ്റെ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഓഫറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിവസവും ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ടേക്കും. എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് തോന്നണം. നിങ്ങൾ ആ ബോർഡൊക്കെ നോക്കിയിട്ട് അറിയാവുന്നവർക്കറിയാം. അത് മുമ്പ് മേടിച്ചവർക്കും അല്ല കുറവുണ്ടോ, അതല്ല 12 പീസ് ഉണ്ട് 829 എന്നൊക്കെ എഴുതിയിരിക്കുന്നു. എന്തായാലും ചെറിയ കുറവുണ്ട് എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ KFCയിലും ചെന്ന് KFCയിലും കുറച്ച് ഓഫറൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. KFCയുടെ വിലകളൊക്കെ നിങ്ങൾ നോക്കിക്കോളി. സ്ഥിരം മേടിക്കുന്നവർക്ക് അതിൻ്റെ വില കുറവൊക്കെ അറിയാൻ കഴിയും. നിങ്ങൾ ആ വിലയൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് കമൻ്റ് ഇട്ടാൽ മതി. ഓരോരുത്തരും നമ്മുടെ ലാഭം മാത്രം നമ്മൾ നോക്കിയാൽ മതി ഒരു പർച്ചേസിങ്ങിന് പോകുമ്പോഴേ. പിന്നെ നമുക്കത് ആവശ്യമുണ്ടോ, അത്യാവശ്യമുണ്ടോ, നമ്മൾ കഴിച്ചതിൻ്റെ ഇടവേള, ഇതേപോലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഗ്യാപ്പിട്ട് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നന്നാവും. അല്ല സ്ഥിരം കഴിച്ചാൽ അത് ഏതൊരു സാധനമാണ് കുഴപ്പമാണ്. ഈ പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറയുന്ന ഈ കടയുണ്ടല്ലോ, ഈ കടയിലാണ് അവിടെ ലുലുവിൽ ഏറ്റവും കുറച്ച് വിലയ്ക്ക് ചായ കിട്ടുന്നത്. ഏറ്റവും കുറഞ്ഞ വിലയെന്ന് പറയുന്നത് 30 രൂപയാണേ. വേറെ കടകളിലൊക്കെ 40 രൂപ കൊടുക്കണം. അപ്പോൾ ഞാൻ വന്നാൽ ചായ കുടിക്കുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ ഏറ്റവും കുറച്ച് ഐസ്ക്രീം കിട്ടുന്ന കട ഇതാണ്. 35 രൂപയ്ക്ക് ഒരു കോൺ ഐസ്ക്രീം കിട്ടണം കേട്ടോ. അത് ഈ ഭാഗത്തായിട്ടാണ്, അതായത് മറ്റേ ലിഫ്റ്റിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ കട വരുന്നത്. അതെല്ലാവർക്കും കണ്ടിട്ടുണ്ടായിരിക്കും പോകുമ്പോൾ. 35 രൂപയ്ക്ക് സ്റ്റാർട്ടിങ് ഐസ്ക്രീം ഇവിടെ ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ളത് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ അവിടെ കഴിഞ്ഞിട്ട് ലുലു കണക്റ്റിലേക്ക് ജസ്റ്റ് കയറാമെന്ന് വിചാരിച്ചു. ലുലു കണക്റ്റിൽ ആദ്യം തന്നെ വലിയ TV ഒക്കെ കോളപ്പൻ TVകളൊക്കെ എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതലും സാംസങ്, അതുപോലെ തന്നെ TCL ഒക്കെയാണ്.
മെയിനായിട്ട് ഇപ്പോൾ ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടാബും മൊബൈലൊക്കെ എന്താണ് ഇവിടെ ചെറിയ ചെറിയ ഓഫറിനൊക്കെ കിട്ടുന്നുണ്ട്. എന്നാലും ഇപ്പോൾ 2 ഓഫർ കഴിഞ്ഞുകൊണ്ട് ഈ ഓൺലൈനിൽ കുറച്ചുകൂടെ വില കുറവുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ നോർമൽ മേടിക്കുന്നതിനേക്കാളും അല്പം വില കുറച്ച് തന്നെയാണ് മൊബൈലും ടാബ്ലറ്റും ഒക്കെ ഇവിടെ വില ഇട്ടിരിക്കുന്നത്. പിന്നെ JBLൻ്റെയൊക്കെ സൗണ്ട് ബാറോ ഊഫർ ഉൾപ്പെടെയുള്ള സ്പീക്കറൊക്കെ വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. വിലയൊക്കെ വന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഇത് TCLൻ്റെ 65 ഇഞ്ച് TV ആണ് ഓഫറൊക്കെ ഉള്ളത്. ഇത് ഇതാ ഒരു TCLൻ്റെ 51,000 രൂപയുടെ മിനി LED ആണ്. ഇത് ഏറ്റവും കുറഞ്ഞ ഒരു വിലയാണ്. ഇത് ഓൺലൈനിലൊക്കെ ഫ്ലിപ്കാർട്ടിൽ 60 രൂപ വില ഉണ്ട്. ആമസോണിൽ കുറച്ചുകൂടെ വില കുറവാണ്. ആമസോണിൽ ഓഫറിട്ട് മേടിക്കുന്നെങ്കിൽ വില കുറവാണ്, 52 വരെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും അല്പം താഴ്ത്തി വരുന്നുണ്ട്. പക്ഷേ ഓഫറുള്ളപ്പം വില കുറവായിരുന്നു. ആ TV നമ്മൾ ഈ പ്രൈം ഓഫറിൽ ഞാൻ മേടിക്കുകയുണ്ടായി നമ്മുടെ ഒരു ബന്ധുവിന് വേണ്ടി. പിന്നെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇംബെക്സിന് TVക്ക് ഒരു 4 വർഷത്തെ വാറണ്ടി വരുന്നുണ്ട്. വില കുറവാണ്, 35 രൂപ ആ റേഞ്ചിനൊക്കെ ഉള്ളൂ. വേറെ ആരും കൊടുക്കുന്നില്ല. എക്സ്ട്രാ വാറണ്ടി വേണമെങ്കിൽ 3000 രൂപയെങ്കിലും കൊടുത്താൽ കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ TCLൻ്റെ ഇതിൽ എക്സ്ട്രാ 46 വാട്ട്സിൻ്റെ സൗണ്ട് ബാറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സൗണ്ട് ബാർ എന്ന് പറയുന്ന ഓഫർ, എക്സ്ട്രാ ഓഫർ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. 2.1 ആണ്. പിന്നെ നമ്മുടെ സാംസങ് ഒക്കെ ഏകദേശം 50,000 രൂപയ്ക്കൊക്കെ നല്ല TV ഒക്കെ കാണുന്നുണ്ട്. 3 ഇയർ വാറണ്ടി LGക്ക് വരുന്നുണ്ട്. സാംസങ്ങിന് 2 ഇയർ വാറണ്ടിയാണ് വരുന്നത്. പക്ഷേ നമ്മുടെ LGക്കൊക്കെ നല്ലൊരു ക്ലിയർ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ മിനി LED TV എല്ലാം നല്ല ക്ലിയർ വരുന്നു. മിനി LED ലേറ്റസ്റ്റ് ടെക്നോളജി എന്നാണ് പറയുന്നത്. അത് അവർ പറയുന്നത് എന്താണ്, ചൂടാകുമ്പോഴുള്ള ഡാമേജൊക്കെ ഒഴിവാക്കാനുള്ള പുതിയ ടെക്നോളജി ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാലും നമ്മൾ മേടിച്ചായിരുന്നു മിനി LEDക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അല്പം നോക്കിയപ്പോൾ അവിടെ ഒരു പാട്ടും സംഗീതമൊക്കെ നടക്കുന്നു. ഒരു പാട്ടും പിന്നെ ഒരു എന്താണ് പാട്ടിൻ്റെ ഈ സംഗീതം മാത്രം കേൾപ്പിക്കുന്നവരില്ലേ, അതിനെന്താന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ അത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നേരത്തെ പാട്ടായിരുന്നു, പിന്നെ ഇതിപ്പോൾ എന്താണോ അതിൻ്റെ മ്യൂസിക് മാത്രം. അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങ് താഴോട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. താഴെ എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് ഈ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിസ്മിസും അതാണ് ഏറ്റവും വില കുറവായിട്ട് എഴുതിയിരിക്കുന്നത്. 400 സംതിങ് രൂപയ്ക്ക് എഴുതിയിട്ടുണ്ട്. 437 അങ്ങനെ ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഇത് പുറത്ത് തന്നെ വച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ ഒന്ന് നോക്കിക്കോളി. അപ്പച്ചട്ടി, കടായി, തവ അതുപോലുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 3-4 സാധനങ്ങളെല്ലാം കൂടെയൊക്കെ ഒരുമിച്ച് കൊടുക്കുന്ന ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കുറേ വിലക്കുറവുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കുറേ സാധനങ്ങളൊക്കെ പകുതി വിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് വിലക്കുറവുള്ള സാധനങ്ങൾ മേടിച്ചാൽ കൊള്ളാം. ആപ്പിള് അതുപോലെ തന്നെ എണ്ണ ഒക്കെ 200 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ നല്ല ഓഫറുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഇന്നും കൂടെ ഉള്ളൂ. അപ്പോൾ പോകുന്നവർ പൊയ്ക്കോളൂ. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.